സിനിമാ തെരുവിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരം മനുഷ്യന്മാരുണ്ട്, വേട്ടയാടുന്നവരും വേട്ടയാടപ്പെടുന്നവരും. അവരുടെ ജീവിതങ്ങൾ തിരശ്ശീലയിലെത്തിച്ച മികച്ച ബംഗാളി ചലച്ചിത്രകാരനാണ് മൃണാൾ സെൻ. മറ്റേതൊരു ദിവസത്തെയും പോലെ ആ ദിവസവും സാധാരണയാണെന്നും കുഴപ്പമില്ലെന്ന് നടിച്ചുകൊണ്ട് സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. അവരുടെ ജീവിതമാണ് 1979 മൃണാൾ സെൻ ഏക് ദിൻ പ്രതിദിൻ എന്ന സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അമ്മയും അച്ഛനും 3 സഹോദരിമാരും 2 സഹോദരന്മാരുമുള്ള ഒരു ബംഗാളിയിലെ ഇടത്തരം കുടുംബം. ആ വീട്ടിൽ ആകെ ജോലിയുള്ളത് അവരുടെ മൂത്ത മകൾ ചിന്നുവിന് മാത്രമാണ്. ജോലിയുള്ള സ്ത്രീ എന്ന പദവി അവൾക്ക് ഒരു സ്വാതന്ത്ര്യമായിരുന്നില്ല, അതവളെ കൂടുതൽ കുടുക്കുകയായിരുന്നു. അവളുടെ വരുമാനം കൊണ്ടാണ് ബാക്കി 6 പേരും ആ വീട്ടിൽ ജീവിച്ചു പോകുന്നത്. എന്നത്തെയും പോലെ അന്നും ചിന്നു വീട്ടിൽ നിന്നും രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുന്നു. അവൾ ഓഫീസിലേക്ക് ഇറങ്ങി അല്പസമയത്തിന് ശേഷം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന അവളുടെ അനിയൻ്റെ തലയിൽ മുറിവേൽക്കുന്നു. ഇതറിയിക്കാൻ വേണ്ടി സഹോദരി അവളെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ജോലി തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കാം കോൾ അറ്റൻഡ് ചെയ്യാത്തതെന്ന് അവൾ കരുതുന്നു. എന്നാൽ അന്ന് രാത്രി ഏറെ വൈകിട്ടും ചിന്നു തിരികെ വീട്ടിലെത്തുന്നില്ല. അതോടുകൂടി ആകെ അസ്വസ്ഥരായ വീട്ടുകാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഒപ്പം തന്നെ ആശുപത്രികളിലും മോർച്ചറികളിലും അവളെ തിരിഞ്ഞ് അവർ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു ഉത്തരം കിട്ടുന്നില്ല. ഇതിനിടയിൽ അവൾക്ക് പരിചയമുള്ള ആളുകൾ അവൾ വീട്ടിലെത്താത്തതിൻ്റെ പേരിൽ ഒരുപാട് കഥകളുണ്ടാക്കുന്നു. അവൾക്ക് കാമുകനുണ്ടെന്നും ആ കാമുകനുമായി അവൾ ഒളിച്ചോടിയെന്നും ഒക്കെ അവർ പല കഥകൾ പരത്തുന്നു. എന്നാൽ ഇതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് അടുത്ത ദിവസം രാവിലെ ഒരു ടാക്സിയിൽ അവൾ വീട്ടിൽ വന്നിറങ്ങുന്നു. അവളുടെ വരുമാനത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന മാതാപിതാക്കൾ പക്ഷേ അവളുടെ മുന്നിൽ നിശബ്ദരാകുന്നു. ആ സമയം അവളുടെ സഹോദരി കഴിഞ്ഞ രാത്രി ചേച്ചി എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ മീനു ചേച്ചി അല്പം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ രംഗം അവസാനിപ്പിക്കുന്നു. സിനിമയുടെ തിരശ്ശീല വീഴുമ്പോഴും സംവിധായകൻ മൃണാൾ സെൻ ചിന്നു ആ രാത്രി എവിടെയായിരുന്നു എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നില്ല. അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും അത് ചോദിക്കാനുള്ള അവകാശം സംവിധായകനായ എനിക്ക് പോലും ഇല്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. കാലം ഇത്രയായിട്ടും ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനത്തിന് വലിയ മാറ്റമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇടത്തരം കുടുംബത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളോട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ സിനിമ നമ്മൾ സംസാരിക്കാൻ ഇടയാകേണ്ടി വന്നത്. മറ്റൊരു ക്ലാസിക് സിനിമയുമായി അടുത്ത എപ്പിസോഡ് കാണും വരെ നമസ്കാരം.